ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രമുഖ നടിയെക്കുറിച്ചിട്ടാണ്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മൾ വിദ്യാ ബാലനെ കുറിച്ചാണ്. ഒരു ഹിന്ദി സിനിമയുടെ ഒരു സാമ്രാജ്യം തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ. ഏത് സീനാണെങ്കിലും, ഇൻറ്റിമേറ്റ് സീനാണെങ്കിലും, സാഡ് സീനാണെങ്കിലും, ഹാപ്പി ഫീൽ സീനിങ് ആണെങ്കിലും എല്ലാ സീനും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രമുഖ നടിയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ആളിപ്പോൾ ഒരു തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് തുറന്നു പറച്ചിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻറ്റിമേറ്റ് സീനും കാര്യങ്ങളും എടുക്കുമ്പോൾ രണ്ടുപേരും ഓക്കെയാണോ, കംഫർട്ടബിൾ ആണോ എന്നതിന് ശേഷം അത് ചിത്രീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് പുള്ളിക്കാരി ഇപ്പോൾ തുറന്നു പറയുന്നത്. പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്ന ഒരു ഇൻറ്റിമേറ്റ് സീനെ കുറിച്ചാണ് വളരെ വിഷമകരമായി തുറന്നു പറഞ്ഞിരിക്കുന്നത്. പല്ല് പോലും തേക്കാതെ അയാൾ ഇൻറ്റിമേറ്റ് രംഗം അഭിനയിക്കാൻ വന്നു എന്നാണ് വിദ്യാ ബാലൻ തുറന്നു പറയുന്നത്. ഇൻറ്റിമേറ്റ് രംഗത്തിനിടെയുണ്ടായ ദുരനുഭവത്തെ പറ്റി തുറന്നു സംസാരിക്കുകയാണ് നടി വിദ്യാ ബാലൻ. സഹനടൻ ഭക്ഷണത്തിനു ശേഷം ബ്രഷ് ചെയ്യാതെ ഒരു ചിത്രത്തിൽ ഇൻറ്റിമേറ്റ് രംഗത്തിൽ അഭിനയിക്കാൻ വന്നുവെന്ന് വിദ്യാ ബാലൻ പറഞ്ഞു. അദ്ദേഹത്തിനും ഒരു പങ്കാളി ഉണ്ടാവില്ലേ എന്ന് ഞാൻ അപ്പോൾ ആലോചിച്ചു പോയെന്നും ഹോളിവുഡ് റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിൽ വിദ്യാ ബാലൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ചൈനീസ് ഭക്ഷണം കഴിച്ചിരുന്നുവെന്നും എനിക്ക് വെളുത്തുള്ളിയുടെയും സോയാ സോസിൻ്റെയും എല്ലാം ഗന്ധം കിട്ടുന്നുണ്ടായിരുന്നുവെന്നും ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം ബ്രഷ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്കൊരു പ്രണയരംഗം ചിത്രീകരിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിനും പാർട്ട്ണറൊക്കെ കാണില്ലേ എന്ന് ഞാൻ ആ സമയത്ത് ആലോചിച്ചു പോയി എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. ഈ ഇൻറ്റിമേറ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് മുൻപ് ബ്രഷ് ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഏറെ നേരം ചിന്തിച്ചിരുന്നുവെന്നും പറഞ്ഞു. ആദ്യ ചിത്രമായ പരിണിതിയിലെ ഇൻറ്റിമേറ്റ് രംഗം എടുക്കുന്നതിന് മുൻപ് താൻ പരിഭ്രാന്തയായിരുന്നുവെന്നും അപ്പോൾ സഞ്ജയ് ദത്ത് തന്നെ വളരെ നന്നായി സഹായിച്ചുവെന്നും അഭിമുഖത്തിൽ വിദ്യാ ബാലൻ പറഞ്ഞു. ചിത്രീകരണത്തിൻ്റെ അവസാന ദിവസം അദ്ദേഹം ഞാൻ ഓക്കെ അല്ലേ എന്നും എന്നോട് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബിച്ചിട്ടാണ് പോയതെന്നും അവർ കൂട്ടിച്ചേർത്തു. ആൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻറ്റിമേറ്റ് സീനും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എല്ലാവരും ഓക്കെ ആണോ എന്ന് ചിന്തിച്ചതിന് ശേഷം ചിത്രീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോൾ തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുന്നത്.